ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ഈ ദിവസങ്ങളിൽ എനിക്ക് വന്നിരിക്കുന്ന ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. അതിൽ പ്രത്യേകിച്ച് വീടിൻ്റെ ജപ്തിയുമായിട്ട് ബന്ധപ്പെട്ട് ലോൺ അടക്കാൻ പ്രയാസപ്പെട്ട് അനേകം കുടുംബങ്ങൾ ഇന്ന് അസ്വസ്ഥപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ലോൺ അടക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ആ ജപ്തി നടപടികൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത് നീങ്ങിപ്പോകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായം 15-ാം വാക്യം. ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഹല്ലേലൂയ. എത്ര മനോഹരമായ കാര്യങ്ങളല്ലേ കർത്താവിൻ്റെ വചനത്തിൽ പറയണം അല്ലേ. കർത്താവിൻ്റെ പ്രവൃത്തി നടക്കുന്നത് വചനം വഴിയാണ് അല്ലേ. പ്രപഞ്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി, രോഗം മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ മാറി. അപ്പം നമ്മുടെ കർത്താവിൻ്റെ വചനത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ബൈബിളിൽ ആ പ്രശ്നത്തിന് അനുസ്മരിച്ചുള്ള ഏത് വചനമാണോ നോക്കി ആ വചനം നോക്കി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ വരുമ്പോൾ വചനം വഴി നമ്മുടെ പ്രതിസന്ധികൾ മാറിപ്പോകും. ഈ നിമിഷങ്ങളിൽ കർത്താവെ, ജപ്തി നടപടികൾക്കായിട്ട് നിൽക്കുന്ന ഓരോ കുടുംബങ്ങളെ സമർപ്പിക്കണം. ആ ജപ്തി നടപടികളെല്ലാം നിർത്തിവെക്കാനുള്ള കൃപ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോൺ അടക്കാൻ പൈസ ഇല്ലാത്ത കുടുംബങ്ങൾക്ക് അത് അടക്കാനുള്ള സാമ്പത്തിക മേഖല തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസപ്പെടുന്ന എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കുടുംബങ്ങൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.